റോയെ ഭയന്ന് പാകിസ്ഥാനിലെത്തിയ സാക്കിർ നായിക്കിന് വൻ വരവേൽപ്പ് നൽകി സർക്കാർ പാകിസ്ഥാനോട് ഉന്നതതല സുരക്ഷയാണ് സാക്കിർ നായിക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഏത് നിമിഷവും തന്നെ പിടികൂടുമെന്ന് സാക്കിർ പാക് ഭരണകൂടത്തെ അറിയിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഒരു തരത്തിൽ നോക്കിയാൽ ഭാരതത്തെ ഭയന്ന് പാകിസ്ഥാനിൽ അഭയം തേടി സാക്കിർ നായിക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രജനി, വിവാദ മതപ്രഭാഷകനും അതോടൊപ്പം തന്നെ വിവിധ ഭീകര സംഘടനകൾക്കും ഭീകരവാദികൾക്കും പ്രചോദനവുമാകുന്ന ഇസ്ലാമിക മതപണ്ഡിതൻ സാക്കിർ നായിക് ഒടുവിൽ പാകിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയിൽ അഭയം തേടിയിരുന്നു. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിലെത്തിയതോടുകൂടിയാണ് സാക്കിർ നായിക്കിന് തൻ്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നടത്താൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ടായത്. അങ്ങനെ 2016 ഭാരതം വിട്ട സാക്കിർ നായിക്ക് വിവിധ മുസ്ലിം ദേശങ്ങളിൽ ചെന്ന് അഭയം തേടി. അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇയാൾ പാകിസ്ഥാനിൽ എത്തിയ സാക്കിറിന് വലിയ സ്വീകരണം തീവ്ര ഇസ്ലാമിക സംഘടനകളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഭരണകൂടവും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ മുതിർന്ന മന്ത്രിമാർ പലരും ഇസ്ലാമാബാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയാണ് ഈ മതഭീകരനെ സ്വീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം വിവിധ ഇസ്ലാമിക മതസമ്മേളനങ്ങളിൽ സാക്കിർ നായിക് പാകിസ്ഥാനിൽ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ഉന്നതതല സുരക്ഷ വേണം എന്നാണ് ചെന്നിറങ്ങിയപ്പോൾ തന്നെ സാക്കിർ നായിക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഏത് നിമിഷവും തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് റോയുടെ ഉദ്യോഗസ്ഥർ ചില ഓപ്പറേഷനുകൾ നടത്തും എന്നാണ് പാകിസ്ഥാൻ ഭരണകൂടത്തോട്. എന്തായാലും വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന് പാകിസ്ഥാൻ സംരക്ഷണം ഒരുക്കുന്നു. പാകിസ്ഥാനിലെത്തിയ സാക്കിർ നായിക്കിന് വൻ വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത്. ഗൗതം അനന്തനാരായണനാണ് നൽകിയത്.